അപ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നിരുന്നു. അത് ശരിയാണ്, അങ്ങനെ മിണ്ടാതിരുന്നത് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലാത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും അറിയാലോ. ഈ പോസ്റ്റ് ആളുകൾ ഷെയർ ചെയ്തപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റൂല എന്നുള്ളത്? അല്ലല്ല, പിരിയാൻ പറ്റില്ല എന്നുള്ളത് അത് എഴുതുമ്പോഴും അതല്ല, ആളുകൾ ഷെയർ ചെയ്തപ്പോഴേ പേടിച്ചു പോയോ? അതും പേടിച്ചു, ഭയങ്കര പാനിക്കായി. അപ്പം എന്നെ ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടി വീട്ടിൽ വരുന്നു. സിനിമയിലുള്ള എത്ര പേര് എന്റെ വീട്ടിൽ വന്നറിയോ? കാരണം ഞങ്ങളെ ഒരു ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ലക്ഷ്മി എന്ന് പറയുമ്പം ജയ്ഷേട്ടൻ അവിടെ ഉണ്ട്, ജയ്ഷേട്ടൻ എന്ന് പറയുമ്പോ ലക്ഷ്മി ഉണ്ട്. ഞങ്ങൾ ഇല്ലാത്ത ഒരു ചേച്ചീനെ പറയുന്നത് പട്ടണക്കാട് പുരുഷോത്തമന്റെ അഡ്രസ്. ഇനിയിപ്പം ഞാൻ ഡിവോഴ്സ് അല്ല, എനിക്ക് എന്ത് പറ്റിന്ന് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കരമായ ഒരു വൈകാരിക ബന്ധമാണ്. ജയ്ഷേട്ടന് ഞാൻ എന്റെ 16 വയസ്സ് തൊട്ടുള്ള ശീലമാണ്. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇത്രയും 24 വർഷമായിട്ട് എന്റെ ടീനേജ് മുതൽ ഞാൻ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഇപ്പോഴും ജയ്ഷേട്ടൻ എന്നെ മാധുവിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മാധുവിനെ കാട്ടി ഇച്ചിരി വലുത്, അത്രയല്ലേ ഉള്ളൂ ലക്ഷ്മി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു മകളെ പോലെയൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടന് ഭയങ്കര എഫക്ട് ചെയ്തിരുന്നു. ചേട്ടൻ അതായത് ഒരു 16 വയസ്സ് ഒരു ഒന്നും ഇല്ലാത്ത ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി എടുത്തു ഏട്ടന്റെ ഇഷ്ടത്തിന്. ഏട്ടനേതാ ഇഷ്ടത്തിൽ എന്നെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ചൈൽഡിഷ് വേർഷൻ കാണണമെങ്കിൽ അപ്പൊ ഏട്ടനാണ് ചൈൽഡിഷ് അല്ല, എല്ലാത്തരം വേർഷൻസ് വെച്ചാൽ മതി. അപ്പൊ ഏട്ടനടുത്ത് ചോദിക്കും, ലക്ഷ്മി ഏറ്റവും നന്നായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പബ്ലിക്കിന്റെ അടുത്തൊന്നും വഴക്കിടില്ല, ഒന്നുമില്ല. ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങോട്ടായി ചെറിയുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ, എന്താ ഉണ്ടായേ, ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടനറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാത്തരം ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന, ഇനി ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതും ചെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ജയ്ഷേട്ടൻ. എന്റെ ഒരു കോടതി, എന്റെ സ്കൂൾ അധ്യാപകൻ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, എല്ലാം ഫ്രണ്ട്, എല്ലാം ഏട്ടനാണ്. എല്ലാം അവിടെയാണ്. അപ്പൊ ഏട്ടന് ഭയങ്കര ഹേർട്ട് ചെയ്തു, ഏട്ടന് ഭയങ്കര വിഷമായി. ഏട്ടനെന്ന് വെച്ചാല് അപ്പൊ തന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോ, ലക്ഷ്മിയോ എന്നെയോ ഡിവോഴ്സോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വീട്ടിൽ നിന്നാണല്ലോ വന്നത്. എനിക്ക് ഏട്ടന് ഇത്രയും വിഷമിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ അത് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്തു, എന്റെ ഫുളിഷ്നെസ് അത് ഡിലീറ്റ് ചെയ്തു, അത് കളഞ്ഞു. പക്ഷേ ഏട്ടന് ഇപ്പോഴും വിദ്യാധരൻ മാഷിനെ പോലെയുള്ള ആൾക്കാര് ഒക്കെ ഏട്ടനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പം ഏട്ടൻ ഇപ്പോഴും ഭയങ്കര ഒരു വിഷമാണ്. പിന്നെ എവിടെ പോകുമ്പോഴോ നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, ഡിവോഴ്സ്. അപ്പൊ ഏട്ടൻ പിന്നെ ആവണോ എന്ന് ചോദിക്കും, ഏട്ടൻ ചോദിക്കും. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അതെ സന്തോഷമായിട്ട് പോട്ടെ. അതെ, ഇനി അങ്ങനെ ഒരു പോസ്റ്റ് ഇടരുത്. അങ്ങനെ ഒരു പോസ്റ്റ് അല്ല, അതിനുശേഷം എനിക്കൊന്നും ഞങ്ങൾ തമ്മിൽ വഴക്ക് പോലും ഇടും. അയ്യോ, അങ്ങനെ ടച്ച് അങ്ങനെ തന്നെ പോട്ടെ. അതെ, പിണങ്ങാൻ പേടിയായി. അതിനുശേഷം ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടി ഉണ്ടാവും പൊതുവേ ഒരു ഉണ്ട് കേട്ടോ. അത് അച്ചിട്ടായിട്ടുള്ള കാര്യം. ഞങ്ങൾക്കിപ്പം ഫോട്ടോസ് ഇടാൻ സത്യം പറഞ്ഞാൽ പേടിയാ, കണ്ണു വിടുന്ന പോലെ ഒരു അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മാധുവിന്റെ ഒക്കെ ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേനും മാധുവിന് പനി വരിക, അസുഖം വരിക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മാധുവിന്റെ ഫോട്ടോസ് ഒന്നും ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ദൃഷ്ടി ആൾക്കാർക്ക് എപ്പോഴും ഇല്ലേ, നന്നായി ഇരിക്കുന്നു എന്ന് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണാനും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. അപ്പൊ ചേച്ചി ശ്രദ്ധിച്ചോ, ഇപ്പൊ ചേച്ചി ഇപ്പം നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇടുന്നതിനേക്കാളും കൂടുതൽ കമന്റ്സും കോളും വന്നത് ഡിവോഴ്സ് എന്നുള്ള സംഭവം. അയ്യോ സത്യം, എത്ര കല്യാണാലോചനകൾ അതിനിടയ്ക്ക് അതും നടന്നു, അതും വന്നു. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ഏട്ടനും ചെന്നുണ്ടാവും. പവറാണോ എനിക്കറിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എനിക്കും ഇനി ഇവളെക്കാട്ടിലും നല്ലൊരു ഭാര്യ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തമാശയായിട്ട് പറയും. വശ്യഗന്ധി നമ്മള് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അത് ഭയങ്കര വശ്യഗന്ധി തന്നെ കേട്ടോ. ഞാൻ ചേച്ചിയെ പെർഫ്യൂം അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ 3ാമത്തെ ബോട്ടിലായിപ്പോ ഞാൻ അതിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. അതായത് താത്താതേ ഊർമിള ഉണ്ണി ആന്റി ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി ഇത് സെയിലിംഗ് ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്, അതിന് മുൻപ്
തന്നെ പുള്ളിക്കാരി ഇതാണ് പിന്നെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് താത്താത്തൈ വരിക. അപ്പം താത്താത്തൈ എന്നാ വിളിക്കുന്നത് ഊർമിള ഉണ്ണി ആന്റി. അപ്പം ഇങ്ങനെ വരുമ്പോ തന്നെ എന്തൊരു മണമാണ്. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അപ്പൊ അത് വിപണിയിൽ ഇറക്കി എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചേച്ചിയാ. ഇപ്പൊ എന്റെ 3ാമത്തെ ബോട്ടിൽ ഇപ്പൊ അവര് തൈലവും ഇറക്കുന്നു. അപ്പൊ എനിക്ക് അതും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. ഞാൻ നേരത്തെ അടിച്ചപ്പോഴത്തേക്ക് മറ്റേ പനേന്നൊക്കെ യക്ഷി ഇറങ്ങി വരുന്നൊരു മണം, അതേപോലെ എന്താ മനസ്സിലാവുന്നില്ല സംഭവം. ഒരു പ്രത്യേക തരം ഒരു മതിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സത്യം. ചേച്ചി അതേപോലെ ചേച്ചി ഇനി എനിക്കൊന്നൊരു 10 വർഷം കഴിഞ്ഞാലും ഏതൊരു ബിഗ് ബോസ് സീസൺ വന്നാലും ഒരു തവണയെങ്കിലും ഒരു കമന്റ് ബോക്സിലെങ്കിലും ഒരു റിവ്യൂവർ എങ്കിലും പറയാതെ പോകത്തില്ല. ആണല്ലേ? ഞാൻ അത്രത്തോളം നോക്കാറില്ല. കറക്റ്റ് എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഏതോ ഒരു കണ്ടസ്റ്റന്റിനെ ചേച്ചിനെ വെച്ച് കമ്പയർ ചെയ്ത ആളുകൾ ലക്ഷ്മി പ്രിയനൊക്കെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? പുള്ളിക്കാരത്തെയൊക്കെ മറ്റേ മാസ്റ്റർ പ്ലെയർ ആയിരുന്നു. ശരിക്കും ചേച്ചി ഒരു ഗെയിം പ്ലാനോട് കൂടിയാണോ ചേച്ചി? ഞാനായിട്ടല്ലേ നിന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോത്തതേ ഇല്ലായിരുന്നു. എന്റെ ഇന്നസെൻസ് കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയത് തന്നെ. ഞാൻ ഷോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാം ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനായിട്ട് സത്യത്തില് ആദ്യമൊക്കെ ഇത് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത് സത്യത്തിൽ എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ റെസ്പോണ്ട്, ഞാൻ വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോ തന്നെ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയാം ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പ്രേക്ഷകർ എല്ലാരും പറയുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിലൊരു ട്രാക്ക് മനസ്സിലായത് എന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും അപ്പോഴാണ് ശരിക്കും എനിക്ക് നിങ്ങളുടെ ഒരു സീസണിലേ ഉള്ളൂ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആളുകൾ. ഓരോ ആളുകൾക്കും ഓരോ ക്യാരക്ടേഴ്സ്. അതെ 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 എല്ലാരും ഭയങ്കര അവരവരുടെ എന്താ പറയാ സ്വഭാവത്തിൽ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെ. ചേച്ചിക്ക് അതിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇപ്പൊ അന്ന് എന്റെ എപ്പോഴും ഫേവറേറ്റ് റോബിൻ. അതെന്ന് വെച്ചാല് അത് റോബിൻ അങ്ങനെ ഒരു വെൽ പ്ലെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ളതുണ്ടല്ല, നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യത്വം ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവനെ ഞാൻ എന്റെ അനിയനായിട്ട് അങ്ങ് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അതിന് ഒരു 0.1% പോലും താഴോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ റിലേഷൻ, ഞങ്ങളുടെ ബോണ്ടിങ് അതുപോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ചേച്ചി ഇത്തവണത്തെ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് നിങ്ങൾ അവിടെ ചെയ്തൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്ന ഒരു കാര്യവും പ്രേക്ഷകർ നിങ്ങളെ സ്വീകരിച്ചതിനുള്ള റീസണും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 റീസൺ ചേച്ചിനോട് ചോദിച്ചാൽ ചേച്ചി എന്തൊക്കെ പറയും? അവിടെ ചെയ്തതിൽ വെച്ചിട്ട് ഒന്ന് പോയി അതൊന്ന് ചേഞ്ച് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ നീ ഒരാളുടെ ക്രൂരമായിട്ട് പെരുമാറുന്നു, മനസ്സിലായി, അയാളുടെ ഒരു സ്വഭാവമല്ലേ. അത് ആ ഒരു സെൻസിൽ, അതായത് ഇപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ, ഞാൻ അപ്പൊ പറയുന്നത് തന്നെ ഇപ്പോഴും പറയാം, നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ മൂക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ നമ്മൾ തമാശയായിട്ട് പറയില്ലേ? അത്രയും ഞാൻ ആ ഒരു ലാഘവത്തിലാണ് ഞാൻ പറയുന്നത്. നിന്റെ സ്വഭാവം കൊള്ളാത്തത്, നിനക്ക് ജന്മത്തിലെ നീ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്, ഹേർട്ട് ചെയ്യണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ ഹേർട്ട് ചെയ്തതിന്റെ ഒരു 10,000-ൽ 1 അംശം ഞാൻ തിരിച്ച് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചേച്ചി കെട്ടിപ്പിടിച്ച് ആ വാക്ക് ഭയങ്കരമായിട്ട് പോയി. അതുകൊണ്ടാണ് റിയാസിനെ ഞാൻ 2 പ്രാവശ്യം ഇമിറ്റേറ്റ് ചെയ്തപ്പോ റിയാസിന് അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ റിയാസിനെ മേക്കപ്പ് ചെയ്ത് ഒരുക്കി ഞാൻ ഇറക്കണമെങ്കിൽ എനിക്ക് അവനോട് അല്ല ഇടിച്ചിട്ട് കൊടുക്കല്ല, റിയാസിന് കോസ്റ്റ്യൂം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഉടുപ്പിച്ച് അവനൊരു പെറ്റിക്കോട്ട് പോലെ ഒരു ബനിയനൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബ്ലൗസ് ഒക്കെ ഇട്ടത്. ഇതിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണ് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ കോസ്റ്റ്യൂം ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. എന്താ പറയാ, മുടി കുങ്കുമം വെച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെയാ സാരി ഉടുക്കാന്നുള്ള സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്ത് ഒരുക്കി ഇറക്കി കൊടുത്തത് ഞാനല്ലേ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യോ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവനെ ഇമിറ്റേറ്റ് ചെയ്തതും ഇല്ല. അപ്പം എന്റെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. റിയാസ്
മാസിന്റെ ഗ്രാഫ് ചേഞ്ച് ആയത് ആ ഒറ്റ എപ്പിസോഡിലാണ്. പക്ഷേ എനിക്കത് തിരിച്ചു ചെയ്യാൻ അറിയാൻ പാടില്ല.